ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. പൂക്കി മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ചിരിയുടെ അർത്ഥം എന്താണ് എന്ന് മാധ്യമങ്ങൾ ഇങ്ങനെ കിണഞ്ഞ് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഡീകോഡ് ചെയ്യാനായിട്ട് പലർക്കും സാധിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ട് അവർ യഥാർത്ഥത്തിൽ നേരിടുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും നമ്മളത് കൃത്യമായിട്ട് കണ്ടു. കുറേ ദിവസമാണ് ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് മുഖ്യമന്ത്രിയുടെ പിന്നാലെ മാധ്യമങ്ങൾ നടന്നത് മൈക്കുമായിട്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളും നൽകാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല. അദ്ദേഹം ചിരിച്ചിട്ടും അതോടൊപ്പം തന്നെ മറ്റ് പല രീതിയിലുള്ള ഭാവാഭിനയങ്ങൾ കൊണ്ടൊക്കെ മാധ്യമങ്ങളെ വല്ലാത്ത രീതിയിൽ അലോസരപ്പെടുത്തുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും അവർ നേരിടുന്നുണ്ട്. എന്തോ ഒരു ദുരൂഹത ഉള്ളിലുണ്ടെന്നാണ് പല വിഖ്യാതരായിട്ടുള്ള മാധ്യമപ്രവർത്തകരും പറയുന്നത്. എങ്ങനെയാണ് സാർ ഇതിനെ നോക്കിക്കാണുന്നത്? എങ്ങനെയാണ് നമുക്കതിനെ ഡീകോഡ് ചെയ്യാൻ സാധിക്കുക? എന്തുകൊണ്ടാണ് ഈ ഇ ഡി റെയ്ഡുമായി ബന്ധപ്പെട്ടിട്ട് വി ഡി സതീശൻ കുറേ ദിവസം മൗനം തുടർന്നത്? ഈ മൊണാലിസ എന്നൊരു ചിത്രമുണ്ട്, മൊണാലിസയുടെ ചിരി. ലിയനാർഡോ ഡാവിഞ്ചി വരച്ച ചിത്രമാണത്. അതുപോലെയാണ് ഇപ്പോൾ സതീശന്റെ ചിരി. എന്തുകൊണ്ടാണ് മൊണാലിസ ചിരിക്കുന്നത്? ചിലർ പറയുന്നു പണ്ട് അന്ന് നൂറ് ഊഹാപോഹങ്ങളാണ് പ്രചരിച്ചിരുന്നു. മൊണാലിസ കാമുകനെ ഓർത്തിരിക്കുകയാണെന്ന് പറഞ്ഞു. ചിലർ പറയുന്നു അവർ ഗർഭിണിയാണ്, അവർക്കൊരു നിഗൂഢ ആനന്ദം അതിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങൾ ആർട്ട് ക്രിറ്റിക്കുകൾ ഒരു കാലഘട്ടത്തിൽ മൊണാലിസയെ സംബന്ധിച്ച് പ്രചരിപ്പിച്ചു. ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അദ്ദേഹം ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അതീവ സരസമായ മറുപടികളും, ആദ്യമൊക്കെ ചിരി മാത്രമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയപ്പോൾ അദ്ദേഹം അതിലേക്ക് വന്നു. വളരെ രസകരമായ രീതിയിലാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത്, ഞാൻ ഡൽഹിയിലോട്ട് ചെന്നു, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയുണ്ട് സതീശ വിശേഷം എന്നൊക്കെ ചോദിച്ചു. എന്തോ വേണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ആ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിൽ ഒരു റെയ്ഡ് നടത്തണമെന്ന് പറഞ്ഞു. അതിനെന്താ, പിന്നെ സതീശൻ ആദ്യമായിട്ട് പറയുന്ന കാര്യമില്ലയോ? തീർച്ചയായിട്ടും അത് അന്ന് ഇപ്പം നടന്നിരിക്കുമെന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് ഒറ്റ കറക്കല്ലേ. 1 അല്ല 12, 12എങ്കിൽ 12 എന്ന് ഉറപ്പ് കൊടുത്ത് മോദി 12 ഇടത്തോട്ടും ഇ ഡിക്കാരെ വിട്ടു. എന്താ മതിയോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ചോദിച്ചത്, മറുപടി പറഞ്ഞത്. അപ്പം മാധ്യമപ്രവർത്തകർ ഈ മറുപടി വളരെ സരസമായ രീതിയിൽ അദ്ദേഹം മറുപടി പറഞ്ഞു. അതുപോലെ അദ്ദേഹം മറ്റൊരു മറുപടി ഇതിനിടയ്ക്ക് കൊടുത്തിരുന്നു. അതായത് എനിക്ക് പറയണം എന്ന് ഞാൻ തീരുമാനിക്കുമ്പോൾ ഞാൻ അതിന് മറുപടി പറയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ പല ആൾക്കാരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ പിണറായി വിജയനും വി ഡി സതീശനും തമ്മിലുള്ള വ്യത്യാസം കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും അന്തിമ ഫലം, അവരുടെ പ്രവർത്തികളുടെ ഫലം ഒന്നു തന്നെയാണ്. കാരണം പിണറായി വിജയനും മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയുന്നില്ല, സതീശനും പറയുന്നില്ല. പക്ഷേ സതീശൻ കടക്കുപുറത്ത് അതല്ലെങ്കിൽ ആ രീതിയിലുള്ള അട്ടഹാസങ്ങളും അതുപോലെ ഈ അപരിഷ്കൃതമായ മറുപടികളും അവിടെ വന്നിരിക്കുന്നവരെ മുഴുക്കെ കുലം കുത്തി അങ്ങനെയുള്ള ഒരു പ്രയോഗങ്ങളൊന്നും അദ്ദേഹം നടത്തുന്നില്ല. അതല്ലെങ്കിൽ നികൃഷ്ടജീവി, മരമണ്ടൻ എന്നൊന്നും വിളിച്ച ആൾക്കാരെ അപമാനിക്കുന്നില്ല. പകരം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ ബുദ്ധിപൂർവ്വം അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ് ഞാൻ അതിൽ നിന്ന് കണ്ടത്. ഇനി എന്താണ് അദ്ദേഹം ഇതിൽ അഭിപ്രായം പറയാതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ഈ വിഷയം, പിണറായിയുടെ മകളുടെ വിഷയം ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസ് MLA-മാരാണ്. ഇപ്പോഴാണ് നമ്മുടെ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പിന്നീട് അതിൻ്റെ 2ാം ഘട്ടത്തിലാണ്. ആദ്യഘട്ടത്തിലൊക്കെ പിണറായിക്ക് നേരെ നടത്തിയ ആക്രമണങ്ങൾ മുഴുവൻ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്മേൽ അന്വേഷണം വരുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിമർശിക്കാൻ സതീശന് പറ്റില്ല. പക്ഷെ അഖിലേന്ത്യാ തലത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ പ്രതികാര ബുദ്ധിയോടുകൂടി രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഉപയോഗിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഘടകമാണ് എന്നുള്ള വസ്തുത അവിടെ നിൽക്കുന്നു. സ്വാഭാവികമായിട്ടും സതീശൻ ആദ്യം പിണറായിയുടെ വീട്ടിലെ റെയ്ഡിനെ കുറിച്ച് ചോദിക്കും. 2ാമത്തെ ചോദ്യം വരുന്നത് ചിലപ്പോൾ ഇപ്പോൾ കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെ നേരെ മുൻപ് ED റെയ്ഡ് നടത്തിയിരുന്നു, ആ വിഷയമായിരിക്കും. പിന്നീട്
അങ്ങനെ പല രീതിയിലുള്ള പല അഭിപ്രായങ്ങളും പല ചോദ്യങ്ങളും ഇതിനെ പിന്തുടരും. അപ്പോൾ ബുദ്ധിപൂർവം അത് ഇ ഡി അവരുടെ ജോലി ചെയ്യട്ടെ, നിർണായകമായ വിവരങ്ങൾ അവരുടെ ഭാഗത്തു നിന്ന് വരട്ടെ. നമുക്ക് തൽക്കാലം ഗ്യാലറിയിൽ നിന്ന് കളി കണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം എന്ന നിലപാടായിരിക്കാം സതീശൻ സ്വീകരിച്ചിരിക്കുന്നത്. അതൊരു PR തന്ത്രമായിരിക്കാം, അതൊരു രാഷ്ട്രീയ ഉൾക്കാഴ്ചയുടെ ഫലമായിട്ടുണ്ടായിട്ടുള്ള ഒരു പ്രതികരണമായിരിക്കും. എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിൽ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാര് പത്രക്കാർ ചോദിക്കുന്നതിനൊക്കെ ആ പത്രക്കാർക്ക് പ്രതീക്ഷിക്കുന്ന മറുപടി തന്നെ കൊടുക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. രാഷ്ട്രീയ നേതാക്കന്മാർക്ക് മറുപടി പറയാനും പറയാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം. ഇത് കോടതിയല്ല, പത്രസമ്മേളനങ്ങൾ കോടതികളല്ല. പക്ഷെ അതേസമയം പിണറായി വിജയന്റെ സമീപനം ഉണ്ടല്ലോ, അതായത് എതിർക്കുന്നവർ മുഴുവൻ കുലംകുത്തികളും നികൃഷ്ടജീവികളും ഒക്കെ ആകുന്ന ഒരു മാനസികാവസ്ഥ, അത് തീർത്തും ജനാധിപത്യ വിരുദ്ധവുമാണ്. അതിലേക്ക് സതീശൻ പോയാൽ സ്വാഭാവികമായിട്ടും നമുക്ക് സതീശനെ വിമർശിക്കേണ്ടി വരും. ഇത് ആണ് ആ ഒരു പ്രതികരണത്തിന്റെ രീതിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു നിരീക്ഷണം. അതായത് ഇനി അതിനപ്പുറത്തേക്ക് പോകും സാർ, ഇത്രയും ദിവസം വി.ഡി. സതീശൻ ഒരു ദുരൂഹത നിലനിർത്തി എന്നുള്ളതാണ്. ഈ നിശബ്ദത പാലിച്ച് നിൽക്കുമ്പോൾ എന്ന് പറയുന്നത് അവിടെ എന്തോ ഒരു ദുരൂഹത ഉണ്ട് എന്നുള്ളതാണല്ലോ. അദ്ദേഹത്തിന് മറ്റ് പ്രശ്നം, ഇന്നലെ എന്താണോ അദ്ദേഹം പ്രതികരിച്ചത് അത് അന്ന് തന്നെ പ്രതികരിക്കാമായിരുന്നു. ഇത്രയും ദിവസം വൈകിപ്പിച്ചതിന് പിന്നിലുള്ള കാരണം എന്താണ് എന്നുള്ളതാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞത് എനിക്കെപ്പോൾ പ്രതികരിക്കണം എന്നുള്ളതിൻ്റെ അവകാശം എനിക്ക് വിട്ടുതരണം എന്നുള്ള കാര്യമാണ് അദ്ദേഹം പ്രധാനമായിട്ടും ചൂണ്ടിക്കാണിച്ചത്. അതെ. അല്ല, അവിടെ എടുത്ത നിലപാടില് അതിലേക്കാണ് ഞാൻ വരുന്നത്. ഇനി മാസപ്പടി കേസ് എന്ന് പൊതുവെ പറയുന്ന ഈ കേസില് ശശിധരൻ കർത്ത എന്ന CMRL എന്ന സ്വകാര്യ കമ്പനിയുടെ ഉടമസ്ഥൻ ആ കമ്പനിയിൽ നിന്നും ലഭിച്ച രേഖകൾ പ്രകാരം ഈ ശശിധരൻ കർത്തായോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള CMRLോ കേരളത്തിലെ വിവിധ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് പണം കൊടുത്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരുമുണ്ട്, അവരുടെ പേരുകളുമുണ്ട്. പക്ഷെ അവിടെ അതിനൊക്കെയുള്ള യുക്തിസഹമായ വിശദീകരണം അവർ കൊടുത്തിരുന്നു നേരത്തെ. എന്തെന്നാൽ ആ വിശദീകരണം അനുസരിച്ച് ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പണം കൈപ്പറ്റിയവർ പറയുന്നത് കോൺഗ്രസ് എന്ന അധികാരത്തിലില്ല, രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ രസീത് കൊടുത്ത് പിരിച്ചതാണ്. ഈ പിരിച്ച തുക പാർട്ടിയുടെ അക്കൗണ്ടിലേക്ക് അടച്ചിട്ടുണ്ട്. അത് പാർട്ടിയുടെ അക്കൗണ്ട് ഏത് ദിവസമാണ് ഏത് ബാങ്കിലാണ് അടച്ചത് എന്ന് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതോടെ പ്രശ്നം തീരുന്നു. രാഷ്ട്രീയ നേതാക്കന്മാര് പണം പിരിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ചെറിയ തുകകളാണ് പലരും പിരിച്ചിരിക്കുന്നത്, ലക്ഷങ്ങളാണ്. വീണയുടെ കാര്യത്തിൽ അത് കോടികളിലേക്ക് എത്തി. വീണയുടെ കാര്യം എക്സാലോജിക്കിന്റെയും വിഷയം നിയമപ്രശ്നമായതും അതുപോലെ തന്നെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിൽ കുറ്റം കണ്ടെത്തിയതിൻ്റെ രണ്ട് കാരണമാണ്. ഒന്ന്, ഈ വീണയുടെ ഉടമസ്ഥതയിലുള്ള കമ്പനി എക്സാലോജിക്ക് അത് സ്വീകരിച്ചിരിക്കുന്നത് സംഭാവന എന്നുള്ള നിലയ്ക്കല്ല. അത് ഒരു സ്വകാര്യ കമ്പനി മറ്റൊരു സ്വകാര്യ കമ്പനിക്ക് സേവനം നൽകിയപ്പോൾ ആ സേവനത്തിന് കൊടുത്ത ചാർജ് എന്നുള്ള നിലയിലാണ്. അപ്പോൾ എന്ത് സേവനമാണ് നൽകിയതെന്ന് ചോദ്യം വന്നു. സേവനമൊന്നും കൊടുത്തിട്ടില്ല എന്നുള്ളത് വ്യക്തമായി. അതാണ് അവിടെ പ്രശ്നമായത്. അപ്പൊ പിന്നെ എന്തിനാണ് കൊടുത്തതെന്നൊരു ചോദ്യം വന്നു. ഇപ്പോ ഗൗതം ഒരാൾക്കൊരു ഊണ് വാങ്ങിച്ചു കൊടുത്തത് പോലെ അല്ലത്. ഇത് കോടികൾ കൈമാറുമ്പോൾ അതിനൊരു കാരണം കണ്ടുപിടിച്ചു. ആ കാരണം എന്ന് പറയുന്നത് സേവനം സ്വീകരിച്ചു എന്നുള്ളതാണ്. പക്ഷെ സേവനമൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു തുക കൊടുത്തത്? അപ്പോൾ അതിന് മറ്റൊരു കാരണമുണ്ട്. ആ കാരണം എന്താണ്? വീണയുടെ അച്ഛൻ കേരള മുഖ്യമന്ത്രിയാണ്. സ്വാഭാവികമായിട്ടും ഇതേ രീതിയിലുള്ള എത്രയോ കമ്പനികളുണ്ട്. സ്വകാര്യ കമ്പനികൾ പോലും സേവനം അവർക്ക് IT സേവനമോ മാർക്കറ്റിംഗ് കൺസൾട്ടൻസിയോ ഒക്കെ ആവശ്യമുള്ളപ്പോൾ അവർ പല കമ്പനികളിൽ നിന്ന് കൊട്ടേഷൻ എടുത്തിട്ടാണ് സ്വകാര്യ കമ്പനികൾ. സർക്കാർ കമ്പനിയാണെങ്കിൽ പിന്നെയും ചിലപ്പോൾ ഒരാളുടെ കൈക്കൂലിക്ക് വേണ്ടി ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും. സ്വകാര്യ കമ്പനികൾ അങ്ങനെ ചെയ്യില്ല. കാരണം ആ പണം എന്ന് പറഞ്ഞാൽ അവരുടെ ഓരോ പണവും വിയർപ്പൊഴുകി ഉണ്ടാക്കുന്ന ഓരോ രൂപയാണ്. അത് നഷ്ടപ്പെടുത്തത്തില്ല. ഏറ്റവും കുറഞ്ഞ ചെലവിൽ 10 കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടായിരിക്കും. ഇവിടെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. വീണയുടെ കമ്പനിക്ക് നേരിട്ട് ഒരു കരാർ കൊടുക്കുന്നു. ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ വീണയുടെ കമ്പനി ഒന്നും ചെയ്യുന്നില്ല. എന്നിട്ടും പൈസ കൊടുക്കുന്നു, പല ഹെഡിൽ കൊടുക്കുന്നു, കടവായിട്ട് കൊടുക്കുന്നു. എന്തിനു കടവായിട്ട് വീണയ്ക്ക് കൊടുക്കണം? ഒന്നിനും വിശദീകരണമില്ല. കൊടുക്കാത്ത സേവനം എന്തിനു പൈസ കൊടുക്കണം? അതിനും വിശദീകരണമില്ല. ഇനി അത് മാത്രമല്ല, ഈ കൊടുത്തതിൽ ഏതാണ്ട് ഒരു 10-50 ലക്ഷം രൂപയോളം വ്യക്തി എന്നുള്ള നിലയിലാണ് സ്വീകരിച്ചിരിക്കുന്ന വീണ, കമ്പനിയുടെ പേരിലുമല്ല.
അപ്പൊ ഇതൊക്കെ വ്യക്തമായിട്ടുള്ളൊരു ഒരു പ്രാഥമിക അന്വേഷണം കഴിഞ്ഞു. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്നത് അതൊരു സെമി ജുഡീഷ്യൽ അതോറിറ്റിയാണ്. അതിന്റെ തീരുമാനം വന്നു കഴിഞ്ഞു. അങ്ങനെയാണ് ED അതിലുള്ള കള്ളപ്പണം, ലഭിച്ചത് കള്ളപ്പണമാണ്. അപ്പൊ പിന്നെ അത് ചെലവാക്കുമ്പോൾ അത് കള്ളപ്പണം വെളുപ്പിക്കലാണ്. അങ്ങനെയാണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് അനുസരിച്ച് ഇവിടെ കേസ് വന്നു. അപ്പോൾ നമുക്കിനി വിഷയത്തിലേക്ക്, സതീശന്റെ വിഷയത്തിലേക്ക് വരാം. ഇവിടെ സതീശൻ ഒരുപക്ഷെ ആവശ്യമില്ലാതെ ചർച്ചകൾ വഴിതിരിഞ്ഞു പോകണ്ട എന്നുള്ള കൂർമ്മബുദ്ധി ആയിരിക്കണം സതീശന്റെ മൗനത്തിന്റെ ഒരു കാരണം. ഇവിടെ തീർച്ചയായിട്ടും സതീശൻ പ്രതികരിച്ചാൽ അപ്പോൾ കോൺഗ്രസ്സുകാരോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ കോൺഗ്രസ്സുകാർ രസീത് കൊടുത്തെന്ന് പറയും. പക്ഷെ അതൊക്കെ പറഞ്ഞാലും ചിലപ്പോൾ ആ ഭാഗം വിഷൻ മീഡിയ കാണിക്കത്തില്ല. ഇങ്ങനെ ഒരുപാട് ഊഹാപോഹങ്ങളിലേക്ക് കടന്നു പോകാനുള്ള ഒരു സാധ്യത വാതിൽ തുറന്നിടുകയാണ് സതീശന്റെ പ്രതികരണം. ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ബുദ്ധിമാനായ ഒരു രാഷ്ട്രീയക്കാരനാണ് സതീശൻ. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ കൗശലമാണ് സതീശൻ ഈ വിഷയത്തിൽ കാണിക്കുന്നത്. ഈ കൗശലത്തിന് അപ്പുറത്തേക്ക് സതീശൻ എന്തെങ്കിലും ഒളിപ്പിക്കാനുണ്ടോ എന്നൊരു ചോദ്യവുമുണ്ട്. ആ ചോദ്യം വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കപ്പെടുമ്പോൾ തീർച്ചയായിട്ടും ആ സംശയത്തിന് ഒരു പരിഹാരമുണ്ടാകും. ഒളിപ്പിക്കാനുണ്ടോ, അതോ തൽക്കാലം ഞാനിവിടെ സംസാരിച്ച് ഈ വിഷയം കുളവാക്കണ്ട, ED അവരുടെ അന്വേഷണം നടക്കട്ടെ. ഇത് പ്രത്യേകിച്ച് ഇപ്പോൾ കേരള സർക്കാർ ഒരു അഭിപ്രായം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പിണറായി എതിർത്തല്ലാതെ പറയാൻ പറ്റില്ല. കാരണം കോൺഗ്രസ്സുകാർ തന്നെ ഉയർത്തിയ വിഷയമാണിത് തുടക്കത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പം വേറെ ചോദ്യം വരും. ഇപ്പൊ പ്രതികരിക്കാതിരിക്കുന്നതിന്റെ പിന്നിലെ ഒരു ബുദ്ധിയാണ് എന്ന് മാത്രമാണ് ഞാനിപ്പോൾ തൽക്കാലം കരുതുന്നത്. അതിന്റെ പിന്നിൽ ആരുടെയെങ്കിലും അഴിമതി ഒളിപ്പിക്കാനുള്ള ശ്രമമാണോ എന്നുള്ളത് ഇപ്പോൾ അതിനുള്ള പ്രഥമ ദൃഷ്ട്യാ അതിനുള്ള യാതൊരു തെളിവുമില്ല. അങ്ങനെ എന്തെങ്കിലും തെളിവുകൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ട് നമുക്ക് ആ വിഷയം ചർച്ച ചെയ്യാം. അതുവരെ നമുക്ക് തൽക്കാലം ഇത് ഇവിടെ നിർത്തിവെക്കാം എന്ന് എനിക്ക് തോന്നുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളുടെയും സംഭവ വികാസങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്ക് വീണ്ടും ഇതിലേക്ക് തിരികെ എത്താം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.